സംസ്ഥാനത്ത് ഡയാലിസിസ് രോഗികളുടെ എണ്ണത്തിൽ വർധനവ്. രോഗികളുടെ എണ്ണം 3 വർഷത്തിനിടെ 341% വർദ്ധിച്ചുവെന്ന കണക്ക് ഞെട്ടിപ്പിക്കുന്നതാണ്. 2020 ഡയാലിസിസ് രോഗികളുടെ എണ്ണം 43,740 ആയിരുന്നത് 2023 1,93,281 ഉയർന്നുവെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ സമർപ്പിച്ച കണക്കുകൾ തുറന്നുകാട്ടുന്നത്. 2021 രോഗികളുടെ എണ്ണം 91,759 ആയും 2022 ഇത് 1,30,633 ആയും വർദ്ധിച്ചു. രോഗികളുടെ എണ്ണം വർദ്ധിച്ചത് ഗ്രാമപഞ്ചായത്ത് മേഖലകളിലടക്കം ഡയാലിസിസ് സെന്ററുകൾ വരാനിടയാക്കി. നിലവിൽ സംസ്ഥാനാരോഗ്യ വകുപ്പിന് കീഴിലുള്ള 105 ആശുപത്രികളിൽ ഡയാലിസിസ് യൂണിറ്റുകളുണ്ട്. സംസ്ഥാനത്തുടനീളം ഏകദേശം 200ഓളം സ്വകാര്യ ഡയാലിസിസ് സെന്ററുകളുമുണ്ട്. ചില ആരോഗ്യ കേന്ദ്രങ്ങളിൽ ജീവകാരുണ്യ സംഘടനകളുടെ പിന്തുണയോടെ ഡയാലിസിസ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് 107 ഡയാലിസിസ് സെന്ററുകളും 1271 ഫംഗ്ഷനിംഗ് ഡയാലിസിസ് മെഷീനുകളുമുണ്ടെന്ന് പ്രധാനമന്ത്രി ദേശീയ ഡയാലിസിസ് പ്രോഗ്രാമിന്റെ ഒക്ടോബർ 31 വരെയുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. ഡയാലിസിസ് സാധാരണ കുടുംബങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട്. ചില കുടുംബങ്ങളിൽ ഏകവരുമാന മാർഗമായ ഗൃഹനാഥനടക്കം ഡയാലിസിസിന് വിധേയനാകുന്നുണ്ട്. വരുമാനം നിലയ്ക്കുന്നതും ചികിത്സാ ചെലവ് വർദ്ധിക്കുന്നതും ഇത്തരം കുടുംബങ്ങളെ പ്രതിസന്ധിയിലാഴ്ത്തുന്നു. സ്വകാര്യ ഡയാലിസിസ് കേന്ദ്രങ്ങളിൽ വൻതുക നൽകേണ്ടി വരുന്നത് സാധാരണക്കാരന് തിരിച്ചടിയാണ്. സർക്കാർ ഡയാലിസിസ് കേന്ദ്രങ്ങളാണ് പലരുടെയും ഏകാശ്രയം. പ്രമേഹ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് ഡയാലിസിസ് വർധനവിന് പിന്നാലെ പ്രധാന ഘടകമെന്ന് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് പ്രമേഹ വ്യാപനം 23.6% ICMR പഠനം ചൂണ്ടിക്കാട്ടുന്നു. മിക്ക രോഗികളിലും പ്രമേഹമാണ് വൃക്ക തകരാറിലേക്ക് നയിക്കുന്നത്. ചിലരിൽ ഹൈപ്പർ ടെൻഷനും ഇത് കാരണമാകുന്നു. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നത് ഡയാലിസിസ് കേസുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കും. 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തുന്നതിനായി കഴിഞ്ഞ ജൂണിൽ ആരോഗ്യവകുപ്പ് ഒരു സർവേ നടത്തിയിരുന്നു. സർവേയിൽ പങ്കെടുത്ത ഏതാണ്ട് 32 ലക്ഷം പേരിൽ പകുതിയോളം പേർക്കും ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിച്ചേക്കാവുന്ന സാഹചര്യങ്ങളുണ്ടെന്ന് കഴിഞ്ഞ മാസം വരെയുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നു. 4.30 ലക്ഷം പേർക്ക് ഹൈപ്പർ ടെൻഷനും 1.69 ലക്ഷം പേർക്ക് പ്രമേഹവും ഹൈപ്പർ ടെൻഷനും ഉണ്ടെന്ന് സർവേ കണ്ടെത്തിയതായും പഠനങ്ങൾ പറയുന്നു. ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോഗ്യകരമായ ഭക്ഷണരീതി പിന്തുടരുന്നതാണ് അതിൽ പ്രധാനം. വ്യായാമം മുടക്കരുത്. മദ്യപാനം, പുകവലി തുടങ്ങിയ ദുശീലങ്ങൾ ഉപേക്ഷിക്കണം. മാനസിക സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കണം. ആവശ്യത്തിന് ഉറക്കമുറപ്പാക്കണം. കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധന നടത്തണം. കൃത്യമായ ജീവിതശൈലി തുടരണം. ചില പാരമ്പര്യ ഘടകങ്ങളും ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകും.